മലയാള സിനിമയുടെ രണ്ട് മഹാമേരുക്കളായ മമ്മൂട്ടിയും മോഹൻലാലും നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ഒരു വെള്ളിത്തിരയിൽ എത്തുന്നു എന്നതായിരുന്നു പേട്രിയറ്റ് എന്ന സിനിമയുടെ ഏറ്റവും വലിയ ഹൈപ്പ്. മഹേഷ് നാരായണൻ എന്ന പ്രതിഭയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം ആരാധകർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ വെറുമൊരു താരചിത്രം മാത്രമല്ല, മറിച്ച് സമകാലിക പ്രസക്തമായ ഒരു ഗൗരവമേറിയ വിഷയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. പേട്രിയറ്റ് സിനിമ മലയാള സിനിമയിലെ പുതിയൊരു നിലവാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. നാം ജീവിക്കുന്ന ഇന്റർനെറ്റ് കാലഘട്ടത്തിൽ നമ്മുടെ സ്വകാര്യത എത്രത്തോളം അപകടത്തിലാണെന്ന ചോദ്യമാണ് ചിത്രം ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മുൻ സയന്റിഫിക് അഡ്വൈസർ ഡോക്ടർ ഡാനിയൽ ജെയിംസ് ആണ് മമ്മൂട്ടിയെ അവതരിപ്പിക്കുന്നത്. സാങ്കേതികവിദ്യയുടെ ദുരുപയോഗം തടയാൻ ശ്രമിക്കുന്ന ഡാനിയൽ ഒരു ഘട്ടത്തിൽ അധികാര കേന്ദ്രങ്ങൾക്ക് അനഭിമതനാകുന്നു. ആരാണ് യഥാർത്ഥ ദേശസ്നേഹി എന്ന വലിയൊരു ചോദ്യം സിനിമ ഉന്നയിക്കുന്നു. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വിമതൻ എന്നാണ് പേട്രിയറ്റ് എന്ന വാക്കിന് സിനിമ നൽകുന്ന അർത്ഥം. ചിത്രത്തിലെ ഓരോ കഥാപാത്രവും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്തതാണ്. പ്രായത്തിനൊത്ത പക്വതയും ഗൗരവമായ വേഷത്തിൽ മമ്മൂട്ടി ഒരിക്കൽ കൂടി ഞെട്ടിച്ചിട്ടുണ്ട്. അധികാര ഇടനാഴികളിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ ബോഡി ലാംഗ്വേജ് അദ്ദേഹം മനോഹരമായി ആവിഷ്കരിച്ചു. ഡാനിയലിന്റെ ആത്മസുഹൃത്തായ കേണൽ റഹീം നായിക്കായി മോഹൻലാൽ എത്തി. അദ്ദേഹത്തിന്റെ സ്വാഭാവിക അഭിനയവും ചില നിർണായക ആക്ഷൻ രംഗങ്ങളും ആരാധകരെ ആവേശം കൊള്ളിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നിവർ തങ്ങളുടെ ഭാഗങ്ങൾ മികവുറ്റതാക്കി. JP സുന്ദരം എന്ന രാഷ്ട്രീയ നേതാവായി എത്തിയ രാജീവ് മേനോന്റെ പ്രകടനം ചിത്രത്തിലെ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. മഹേഷ് നാരായണന്റെ സംവിധാനവും തിരക്കഥയും ചിത്രത്തിന് നൽകിയിരിക്കുന്നതൊരു അന്താരാഷ്ട്ര നിലവാരമാണ്. മനീഷ് നന്ദൻ ദില്ലിയുടെയും ഇന്ദ്രപ്രസ്ഥത്തിന്റെയും അധികാര പ്രൗഢി തന്റെ ക്യാമറയിലൂടെ ഒപ്പിയെടുത്തു. ഓരോ ഫ്രെയിമും കഥ പറയുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. സുഷിൻ ശ്യാമിന്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ വേഗത നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. മഹേഷ് നാരായണനും രാഹുൽ രാധാകൃഷ്ണനും ചേർന്ന് നിർവഹിച്ച എഡിറ്റിംഗ് ചിത്രത്തിനൊരു ത്രില്ലർ സ്വഭാവം നൽകിയിട്ടുണ്ട്. 2020 മോഡൽ ഒരു മസാല സിനിമ പ്രതീക്ഷിച്ച് പോകുന്നവർക്ക് ചിത്രം ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നിയേക്കാം. എന്നാൽ ആഴത്തിലുള്ള തിരക്കഥയും ഗംഭീര പ്രകടനങ്ങളും ആഗ്രഹിക്കുന്നവർക്ക് പേട്രിയോട്ട് ഒരു ക്ലാസിക് അനുഭവമാണ്. മലയാളത്തിലെ ബിഗ് ഗംസിനെ ഏറ്റവും മാന്യമായ രീതിയിൽ തിരശ്ശീലയിൽ എത്തിക്കാൻ മഹേഷിന് സാധിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു തരംഗമാണ് പേട്രിയോട്ട് ആദ്യ ദിനത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ആരാധകരുടെ കാത്തിരിപ്പും മഹേഷ് നാരായണൻ എന്ന സംവിധായകനിലുള്ള വിശ്വാസവും ബോക്സ് ഓഫീസിൽ വലിയ പ്രതിഫലനമാണ് ഉണ്ടാക്കിയത്. കേരളത്തിൽ മാത്രം 400-ലധികം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. ഏകദേശം 8.5 കോടി രൂപ മുതൽ 10 കോടി രൂപ വരെ കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം നേടിയതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡുകളിൽ മുൻനിരയാണ്. പുലർച്ചെ മുതൽ ആരംഭിച്ച 100 കണക്കിന് ഫാൻ ഷോകൾ കളക്ഷൻ കുതിച്ചു പായാൻ പ്രധാന കാരണമായി. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിച്ചത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കരിയറിലെ തന്നെ ഏറ്റവും വലിയ ആദ്യ ദിന ഓപ്പണിംഗ് ആയി പേട്രിയോട്ട് മാറി. റിലീസിന് മാസങ്ങൾക്ക് മുൻപേ ഭൂരിഭാഗം തിയേറ്ററുകളും ഹൗസ്ഫുൾ ആയതും ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ മികച്ച ട്രെൻഡിംഗ് നിലനിർത്തിയതും ചിത്രത്തിന് കരുത്തായി. വെറുമൊരു താരചിത്രം എന്നതിലുപരി ഹോളിവുഡ് നിലവാരത്തിലുള്ള സാങ്കേതിക വിദ്യയും ആഴത്തിലുള്ള തിരക്കഥയും ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററുകളിലേക്ക് ആകർഷിക്കുന്നുണ്ട്. ഇത് വരും ദിവസങ്ങളിലെ ചിത്രം വലിയ തുക നേടുമെന്ന സൂചനയാണ്.